إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പെരുന്നാളിന് ശേഷം FBയിൽ വന്നിട്ടുള്ള ആഘോഷങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഭാഗം പലപ്പോഴും ചിലപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ വിവിധ ആഘോഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. അതിലൊന്നിൽ ഓണത്തെ സംബന്ധിച്ച് അതിൽ മദ്യവിൽപ്പന നടന്നിട്ടുള്ളത് 970 കോടി രൂപയുടേതാണ്. ക്രിസ്മസിന് 330 കോടി രൂപ, ദീപാവലിക്ക് ഓൾ ഇന്ത്യ ബേസിൽ 7000 കോടിയും കേരളത്തിൽ 500 കോടിയും ചെലവായി എന്നാണ്. എന്നിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നൊരു വിഷയം, ഇതിനിടയിൽ വലിയ ഒരു സാമൂഹ്യ വിപ്ലവം നടക്കുകയുണ്ടായി, അതിന് വേണ്ടത്ര പബ്ലിസിറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് 380 കോടിയുടെ അരി വിതരണം പെരുന്നാളിനോടനുബന്ധിച്ച് സക്കാത്തുൽ ഫിത്തർ എന്ന പേരിൽ വളരെ നിശബ്ദമായൊരു വിപ്ലവം കേരളത്തിൽ നടന്നു എന്നാണ് അദ്ദേഹം താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു മേന്മ നമ്മുടെ മുമ്പിൽ പറയാനോ നമ്മുടെ മെച്ചം ബോധ്യപ്പെടുത്തുവാനോ അല്ല ഞാനിത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഇസ്ലാമിൻ്റെ ഒരു വലിയ ഒരു കാര്യമാണ് ഈസാർ എന്ന് പറയുന്നത്. അറബിയിൽ അതിന് ഈസാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പരോപകാരം എന്ന് പറയും. പക്ഷേ പരോപകാരം എന്നൊരു വാക്ക് അതിന് പര്യാപ്തമാവുകയില്ല. അപ്പോൾ ഖുർആൻ പ്രയോഗിച്ചത് യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്നാണ്. സ്വന്തത്തിന് അത്യാവശ്യമുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ആ സാധനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവർക്ക് നൽകുന്ന ആ പരോപകാരത്തെ സംബന്ധിച്ച് മലയാളത്തിലെ പരോപകാരം എന്ന കേവല വാക്ക് അത് വേണ്ടത്ര ആവുകയില്ല. ഈസാർ എന്നാണ് അറബിയിൽ അതിന് പറയുക, ഈസാർ. പെരുന്നാൾ ഇതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സക്കാത്തുൽ ഫിത്തറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്നും നമ്മളത് നിർവഹിച്ചു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്തർ തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തൻ ലിൽ മസാകീൻ. നമ്മുടെ നോമ്പിലൊക്കെ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനും അതോടൊപ്പം സാധുക്കൾക്ക് ഭക്ഷണമായിട്ടും ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അതിമഹത്തായ ഒരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്തർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തംരിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽപ്പെട്ട ചെറിയവരും വലിയവരും കുട്ടികളും മുതിർന്നവരും അടിമകളും എന്ന വ്യത്യാസമില്ലാതെ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർവഹിക്കുന്ന ദാനമാണ് സകാത്തുൽ ഫിത്ർ. ഈ ഒരു ആവേശത്തിൽ, ആദർശത്തിൽ, ഈ ഒരു വിശ്വാസത്തിൽ പ്രചോദിതമായി കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇന്നും ഈ സകാത്തുൽ ഫിത്ർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ അതിമഹത്തായ ഈ ഒരു സ്വഭാവം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം കാണിച്ചിട്ടുള്ള സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ സ്വഹാബികളെ സംബന്ധിച്ച്, അൻസാറുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള, വളരെ പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത്, അതാണ് ഈസാറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മദീനയിലേക്ക് ഹിജ്റ വരുന്ന ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ മദീനക്കാരായിട്ടുള്ള അൻസാറുകൾ വീടും ഈമാനും ഒരുക്കി വെച്ചിട്ടുള്ള ആളുകൾ, അവരിലേക്ക് ഹിജ്റ ചെയ്തു വരുന്ന ആളുകളെ അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള, അവർക്ക് ലഭ്യമായിട്ടുള്ള ജീവിത വിഭവങ്ങളും സൗകര്യങ്ങളും അവർ പങ്കുവെക്കുന്നതിൽ, അത് അവർക്ക് നൽകുന്നതിൽ യാതൊരു തരത്തിലുള്ള മനപ്രയാസവും അവർക്കുണ്ടായിരുന്നില്ല. കാരണം വയൂസിറൂന അലാ അൻഫുസിഹിം, അവർ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ കാര്യങ്ങൾ ഈസാർ ചെയ്യുന്നു, അത് വിതരണം ചെയ്യുന്നു, അങ്ങേയറ്റത്തെ ആവശ്യമുള്ള സംഗതികളെ തന്നെ പങ്കുവെക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് അങ്ങേയറ്റം ആ സാധനത്തോട് ആവശ്യമുണ്ടായിക്കൊണ്ടിരിക്കെ. ഈ രൂപത്തിൽ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഈ പിശുക്കിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനക്കാരുടെ ഈസാറിനെ സംബന്ധിച്ച്, സ്വന്തം സൗകര്യങ്ങളെ അത് അത്യാവശ്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് അങ്ങ് കൊടുക്കുന്ന, വകവെച്ചു കൊടുക്കുന്ന, അവർക്ക് വേണ്ടി ദാനം ചെയ്യുന്ന, സന്തോഷത്തോടുകൂടി നൽകുന്ന ഈ സ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത്, വീട് വളഞ്ഞിരിക്കുന്ന ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു റസൂലിന് വേണ്ടി ഈസാർ നിർവഹിച്ചു. താൻ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി വിരിപ്പിൽ കിടന്നുറങ്ങുന്നത്. ആ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു റസൂലിന് വേണ്ടി ഈസാർ നിർവഹിച്ചതായി ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സഹാബികൾ, 3 സഹാബികൾ, അവരുടെ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് യർമൂക്ക് യുദ്ധത്തിൻ്റെ പരിസരത്തിൽ വെച്ചാണ്. ഹാരിസ് ബിൻ ഹിഷാം, ഇക്രിമത്ത് ബിൻ അബി ജഹൽ, ഇയാഷ് ബിൻ അബി റബിയ, 3 പേരും ശത്രുക്കളുടെ വാളിനാൽ വെട്ടയേറ്റ് നിലം പതിച്ച് കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ ദാഹം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വെള്ളത്തിന് വേണ്ടി അവ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ കപ്പുമായി വെള്ളം ആയി വരുന്നു. ആ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ഹാരിസിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഹാരിസ് കാണുന്നത് ഇക്രിമത്ത് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. ആ വെള്ളം കുടിക്കാതെ ഇക്രിമക്ക് കൊടുക്കൂ എന്നാണ് ആ കൊണ്ടുവന്ന ആളോട് അദ്ദേഹം പറയുന്നത്. ഇക്രിമയുടെ അടുത്ത് വന്നപ്പോൾ ഇയാഷ് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതായി കാണുന്നു. ഇക്രിമ ഉടനെ പറഞ്ഞു, ഇയാഷിന് കൊണ്ടുപോയി കൊടുക്കും. ഇയാഷിന് കൊണ്ടുപോയി കൊടുത്തപ്പോഴേക്കും ഇയാഷ് മരണപ്പെട്ടു. വീണ്ടും ഹാരിസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹാരിസ് മരണപ്പെട്ടു. വീണ്ടും ഇക്രിമയുടെ അടുത്ത് ചെന്നപ്പോൾ ഇക്രിമയും മരണപ്പെട്ടു. ഇത് ചരിത്രത്തിൽ, ഇതൊരു കഥയല്ല, ഒരു നോവലല്ല, ഒരു സംഭവമാണ്. യർമൂക്ക് യുദ്ധത്തിൽ ഒരു തുള്ളി വെള്ളം, ആ തുള്ളി വെള്ളത്തേക്കാൾ അവരെന്നോടുള്ള, മറ്റുള്ള തൻ്റെ സഹോദരനോടുള്ള സ്നേഹവും ദയാവായ്പും അവൻ്റെ ആവശ്യത്തെ പരിഗണിക്കുകയും ചെയ്തിട്ടുള്ള ആ കാര്യത്തെ സംബന്ധിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഒരു അതിഥി വന്നു.
വിശക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു ആളാണ് വന്നിട്ടുള്ളത്, ഇദ്ദേഹത്തെ ആരാണ് കൂട്ടിക്കൊണ്ടുപോവുക എന്ന് റസൂൽ ചോദിക്കുന്നു. അങ്ങനെ കൂട്ടുപോയി, അൻസാരി കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലേക്ക് കൂട്ടിപ്പോയി. അവിടെ ഒന്നുമില്ല, മക്കൾക്ക് കൊടുക്കാൻ ചെറിയ കുറച്ച് റൊട്ടിക്കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. മക്കളെ മെല്ലെയൊക്കെ ഉറക്കി കടത്തി. രാത്രിയാണ്. അവർ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. എന്നിട്ട് വിളക്ക് നന്നാക്കുന്ന മാതിരി അഭിനയിച്ച് ആ വിളക്ക് കെടുത്തി. ആ വിളക്ക് കെടുത്തിയതിനു ശേഷം അതിഥിയെ ഉള്ള ഭക്ഷണം തീറ്റിക്കുന്ന ആ സംഭവമാണ് നമുക്ക് കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ അള്ളാഹു ഈ സംഭവം കണ്ട് സന്തോഷിച്ചുവെന്നും അള്ളാഹു ചിരിച്ചുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള മാതൃകകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽ വളർത്തിയെടുത്തിട്ടുള്ള ഈസാർ, അത് യഥാർത്ഥത്തിൽ ഭൗതികതയിൽ ദുനിയാവിൻ്റെ ആ കാര്യങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ വളർച്ചയിലേക്കുള്ള ഒരു മിഅ്റാജ് എന്ന രൂപത്തിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ആഡംബര ജീവിതത്തിൽ നിന്ന് ഉള്ളതിനെ മുഴുവൻ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ആ സ്വഭാവത്തിൽ നിന്ന് ആത്മീയതയുടെ ആ ഉയർന്ന വാനത്തിലെ ആ സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈമാനിൻ്റെ ആത്മാവിൻ്റെ ഉടമകളായി ഈ കഥ നമുക്ക്, ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരാൻ കാണാൻ സാധിക്കുന്നു. നമുക്ക് മറ്റൊരു ചരിത്രം, ആധുനിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സത്യം തേടി അന്വേഷിച്ച ഒരു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ സഹോദരൻ്റെ ഭാര്യ ലോറൻ ബൂത്ത് എന്നാണ് അവരുടെ പേര്. അവർ പലസ്തീനിൽ ഈ ജേർണലിസത്തിൻ്റെ ഭാഗമായി, പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലസ്തീനിലെ ടെൻറ്റുകളിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഒരവസ്ഥ അനുഭവിക്കുന്ന ഒരു കൂടാരത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. അവിടെ ചെറിയ കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരുടെ അടുത്ത് ചെന്നവർ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ ആ അതിഥി വന്നതുകൊണ്ട് അവർ ഉള്ള ഭക്ഷണം എടുത്തു വെച്ച് ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളടക്കം മത്സരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ആദരിക്കുന്ന, ആതിഥ്യമരുളുന്ന, അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം അല്പം ചില റൊട്ടിക്കഷ്ണങ്ങൾ ഉള്ളത് അദ്ദേഹത്തിന് കൊടുക്കുന്നതായി അദ്ദേഹം അനുഭവപ്പെടുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഒരു ആശയം കിട്ടിയെന്ന് അന്വേഷിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ആ അന്വേഷണം അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുവാനും അവർ ഖുർആൻ പഠിക്കുവാനും അവർക്ക് പ്രചോദനമായി എന്നും, അങ്ങനെ ഖുർആൻ പഠിച്ച് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെ പിന്നീടുള്ള ജീവിതം അവർ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഇസ്ലാമിൻ്റെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതായും നമുക്ക് ചരിത്രത്തിൽ അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏത് കാലഘട്ടത്തിലായിരുന്നാലും പാശ്ചാത്യ ലോകത്ത് അവർ കണ്ടിട്ടില്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവശത അനുഭവിക്കുന്ന ആളുകളെ പരിഗണിക്കാത്ത ആ പാശ്ചാത്യ മനോഭാവത്തിന് ഘടകവിരുദ്ധമായി ഈ പാവപ്പെട്ട ഉടുതുണിക്ക് മറുണില്ലാത്ത ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ മാത്രം കയ്യിലുള്ള ഈ ആളുകൾ കാണിക്കുന്ന പരോപകാരം, ഈസാർ, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്, പടച്ചവൻ്റെ തൃപ്തിയാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു നൽകലിലൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹുബ്ബുന അല്ലാഹ്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് ഈ മക്കളടക്കം പറയുന്നതായി അവർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്വഭാവം ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉള്ള സൗകര്യങ്ങൾ, നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നവരും കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുമൊക്കെ ആയിട്ടുള്ള ആളുകളോട് ഈ ഒരു രൂപത്തിലുള്ള പെരുമാറ്റം നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന രൂപത്തിൽ, അവരതുകൊണ്ട് അവർ പകർത്തുന്ന രൂപത്തിൽ, അവർക്ക് കൂടി ഗുണപാഠമാകുന്ന രൂപത്തിൽ കാര്യങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിലൂടെ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. ഏടുകളിലുണ്ടായിട്ട് കാര്യമില്ല, ചരിത്രത്തിലുണ്ടായിട്ട് കാര്യമില്ല, ഖുർആനിലുണ്ടായിട്ട് കാര്യമില്ല. ആ മഹദി ഖുർആനിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയാനുണ്ടായിട്ടുള്ള കാരണം ഇങ്ങനെ ഒരു ടെൻറ്റിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള അനുഭവമാണെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇത്തരം കാര്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് നമ്മൾ കാണിക്കുന്ന ഈ സ്വഭാവം, ഈ ഈസാർ, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന വിധത്തിൽ
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുവാനും അത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും നമ്മുടെ പരിസരത്തിലുള്ള ആളുകൾക്കും പാഠമായി, ഗുണപാഠമായി, പ്രചോദനമായി, മാതൃകയായി വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള ഈസാർ, അതാണ് ലോകത്ത് ഇസ്ലാം പ്രചരിക്കുവാനുണ്ടായിട്ടുള്ള, ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടാകുവാൻ, എല്ലാവിധ ശത്രുതകളെയും മറികടന്നുകൊണ്ടുള്ള, എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക മുന്നേറ്റത്തിന് ലോകത്ത് സാധ്യമായിട്ടുള്ളത് ഈ ഈസാറിൻ്റെ മഹത്തായ ഗുണമാണ് എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.